അതാണ് അനസ് റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹമാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറയാണ് അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. 10 കൊല്ലം നബിക്ക് ഒപ്പം നടന്ന ആള്, നബിയെ പറ്റി ഏറ്റവും അധികം വിശേഷങ്ങൾ പറഞ്ഞ അദ്ദേഹമാണ്. 10 കൊല്ലം ഒപ്പം നടന്ന നബിൻ്റെ എല്ലാ രാവും പകലും അറിയാമല്ലോ. അതേപോലെ നബിയുടെ കൈ പോലെ മാർദ്ദവമുള്ള കൈ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടില്ല. ഞാൻ തൊട്ട കൈകളിൽ അത്ര മാർദ്ദവമുള്ള കൈ മറ്റൊരാളും ഞാൻ തൊട്ടിട്ടില്ല. എന്നോട് ഒരു മറുത്തൊരു വാക്ക് പോലും നബി തങ്ങൾ ആ 10 കൊല്ലത്തിനിടയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തൊരു സംഗതിയെപ്പറ്റി എന്തിനത് ചെയ്തു എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെപ്പറ്റി നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നബി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തു പറഞ്ഞു? മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. മൻ അഹബ്ബ, വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അൻ യുബ്സത ലഹു, യുബ്സത എന്നാണോ, യബ്സുത്തല്ല, യുബ്സത, യാന് ലമ്മാണ് വേണ്ടത്, സീന് ഫതഹും. എടുത്ത് ശരിയാണല്ലേ. 2 പ്രാവശ്യം വന്നല്ലേ, അതൊരബദ്ധമാണിപ്പോൾ. ഒരബദ്ധമായിട്ട് രണ്ടാമത് വന്ന അവിടെ, രണ്ടാമത് വന്നത് ശരിയാണ്. വല്ലവനും അവൻ്റെ റിസ്ക്, ഉപജീവനത്തിൽ ഒരു വിശാലത കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീട്ടുക, വിശാലമാക്കുക എന്നൊക്കെയാണ് വാക്കർത്ഥം. ബസത്ത, കൈ നീട്ടിയാൽ ബസത്ത എന്ന് പറയാം. ബസത്ത ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. കാണാം ആദനബിയുടെ മക്കളെ വിഷയം പറയുന്നത് ബസത്ത, കൈ നീട്ടുക എന്നാണ്. അപ്പൊ ഇവിടെ അവന് വിശാലമാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റിസ്കിൽ, ഉപജീവന മാർഗത്തിൽ ഒരു വിശാലത, ഒരു ബുദ്ധിമുട്ടില്ലാതെ, കട്ടപ്പാടില്ലാതെ ഉപജീവന മാർഗം ഒരു ആശ്വാസമായി പോകാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മാത്രമല്ല അവന് നീട്ടിക്കിട്ടുവാനും, ഫി അസരിഹി അവൻ്റെ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കിട്ടുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയസിൽ റഹിമഹു അവൻ്റെ കുടുംബബന്ധം അവൻ ചേർത്തിക്കൊള്ളട്ടെ.